എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ്. പ്രധാനപ്പെട്ട ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും ഉണ്ട്. പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ ആരോഗ്യ വിഭാഗം ജീവനക്കാരുടെ പട്ടിക പുറത്ത്. 373 ജീവനക്കാരുടെ പട്ടികയാണ് പുറത്തു വന്നത്. ഇവരിൽ നിന്നും 18% പലിശ സഹിതം പണം തിരിച്ചു പിടിക്കാനും ഉത്തരവ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി വിനയ രാജ് ചേരുന്നു. വിനയ, ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ സംഭവത്തിൽ ആദ്യഘട്ടത്തിൽ 6 ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ 373 ജീവനക്കാരുടെ പട്ടിക കൂടി പുറത്തു വരുന്നു. എന്തൊക്കെയാണ് ഇവർക്കെതിരായിട്ടുള്ള നടപടി? വിവരങ്ങൾ. സംസ്ഥാനത്തെ ഏറ്റവും വിവാദമായിട്ടുള്ള ഒരു വിഷയമായിരുന്നു ഇത്തരത്തിൽ അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നതിൽ. ഏകദേശം 1400-ലധികം ആളുകളാണ് ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയ ആരോഗ്യ വിഭാഗം ജീവനക്കാരുടെ പട്ടികയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏകദേശം 373 പേരുടെ പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമായും ഈ പട്ടികയിലുള്ളതും നഴ്സിംഗ് അസിസ്റ്റന്റുമാർ, അറ്റൻഡർമാർ, പാർട്ട് ടൈം സ്ലീപ്പർ, ടൈപ്പിസ്റ്റ്, ക്ലർക്ക് എന്നീ വകുപ്പുകളിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ പട്ടികയാണ് ഇപ്പോൾ പ്രധാനമായും പുറത്തു വന്നിരിക്കുന്നത്. ഇവരുടെ പേര് വിവരങ്ങൾ അടങ്ങിയ ഒരു പട്ടികയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇവരിൽ നിന്നും 18% പലിശ സഹിതം പണം ഈടാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് ഏകദേശം 22,600 മുതൽ 86,000 രൂപ വരെ ഇവർക്ക് തിരിച്ചടക്കേണ്ടി വരും. ഇത്തരത്തിൽ വകുപ്പ് തല അച്ചടക്ക നടപടികൾക്കും ഉത്തരവിട്ടിട്ടുണ്ട്. ഈ ആരോഗ്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഇത്തരത്തിൽ ഉത്തരവിട്ടിരിക്കുന്നത്. ഏറെ കോലിളക്കം സൃഷ്ടിച്ച സംസ്ഥാന സർക്കാരിന്റെ അടക്കം തന്നെ ഏറെ നാണക്കേടുണ്ടാക്കിയ ഒരു വിഷയമാണ് ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയ കേസ്. ഈ സംഭവത്തിലാണ് അതിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടത്തിയത് വിദ്യാഭ്യാസ വകുപ്പിലും കൂടാതെ ആരോഗ്യ വകുപ്പിലുമാണ്. ഇപ്പോൾ ആരോഗ്യ വകുപ്പിന്റെ പട്ടികയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏകദേശം 373 പേരുടെ പേര് വിവരങ്ങൾ അടങ്ങിയ ഒരു പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ അനധികൃതമായ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ പൊതുഭരണ വകുപ്പിലെ 6 പാർട്ട് ടൈം സ്ലീപ്പർമാർക്ക് നോട്ടീസ് അയച്ചിരുന്നു. അതും ഇത്തരത്തിൽ വകുപ്പ് തല അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നത്. അവരിൽ നിന്നും ഏകദേശം 18% പലിശ ഈടാക്കാൻ തന്നെയായിരുന്നു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത്. ഇവരെ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അല്ലെങ്കിൽ ഇവരെ പിരിച്ചുവിടണമെന്ന് നിരവധി ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ പൊതുഭരണ വകുപ്പ് സെക്രട്ടറി തന്നെ ശുപാർശ നൽകിയെങ്കിലും ചെയ്തിരുന്നുവെങ്കിലും ഇത്തരത്തിൽ പണം തിരിച്ചു ലഭിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഇവർ പണം തിരികെ ലഭിച്ചതിന് ശേഷം മാത്രം ഇവർക്കെതിരെ ഒരു നടപടി സ്വീകരിച്ചാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് പിന്നീട് എത്തുകയായിരുന്നു. ഈ തട്ടിപ്പ് നടത്തിയ ക്ഷേമ പെൻഷൻ അടക്കം തന്നെ തിരിച്ചു നൽകണം, അതിനുശേഷം മതി ഇവർക്കെതിരെ നടപടി എന്നൊരു നിലപാടിലാണ് ഇപ്പോൾ സർക്കാർ അടക്കം തന്നെ ഉള്ളത്. നേരത്തെ തന്നെ മണ്ണ് സംരക്ഷണ വകുപ്പിലെ 6 ജീവനക്കാരെ ഇത്തരത്തിൽ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ നടത്തിയ ഓരോ വകുപ്പുകളിലെയും ജീവനക്കാർക്കെതിരെ ഇപ്പോൾ നടപടി സ്വീകരിച്ചു വരികയാണെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഏകദേശം അനർഹമായ അല്ലെങ്കിൽ അനധികൃതമായ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയ 1458 പേരുടെ പട്ടിക അല്ലെങ്കിൽ 58 പേര് ഇത്തരത്തിൽ അനധികൃതമായി തട്ടിപ്പ് നടത്തുന്നുണ്ട് എന്നുള്ളത് കഴിഞ്ഞ മാസം 27-നായിരുന്നു പുറം ലോകം അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേറെ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചിരുന്നു. ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിന് തന്നെ ഏറ്റവും നാണം കെട്ട അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ അടക്കം തന്നെ നാണം കെട്ട ഒരു വിഷയമായിരുന്നു ഇത്തരത്തിൽ അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന സംഭവം അല്ലെങ്കിൽ പുറം ലോകം അറിഞ്ഞപ്പോൾ ഉള്ളത്. ഈ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കാൻ തന്നെ അന്ന് ധനവകുപ്പ് മന്ത്രിയായിട്ടുള്ള KN ബാലഗോപാൽ നടക്കാൻ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ 22 ദിവസങ്ങൾക്ക് ശേഷം കൃഷി വകുപ്പ് ഇതിൽ നടപടിയെടുത്തിരുന്നു. തുടർന്ന് പിന്നീട് പൊതുഭരണ വകുപ്പ് 6 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു നിലയിലേക്ക് എത്തിയ 6 പേർക്ക് നോട്ടീസ് അയച്ചു. ഇപ്പോൾ ആരോഗ്യ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടായിരിക്കുകയാണ്. ഇനി വിദ്യാഭ്യാസ വകുപ്പിലും ആരോഗ്യ വകുപ്പിലുമാണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് എന്നതടക്കം തന്നെ കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ ആരോഗ്യ വകുപ്പിന്റെ പട്ടിക പുറത്തു വന്നപ്പോൾ ഏകദേശം 373 പേരുടെ പട്ടികയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇനി വിദ്യാഭ്യാസ വകുപ്പിന്റെ പട്ടിക കൂടി പുറത്ത് വരേണ്ടതുണ്ട്. അത് ഉടൻ തന്നെ പുറത്തു വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയ ഓരോ വകുപ്പുകളിലെയും ആളുകളുടെ പട്ടികയും അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയുമാണ് ഇപ്പോൾ പ്രധാനമായും ചെയ്തു വരുന്നത്. ഇതിനെതിരെ
സർക്കാരിനെതിരെ ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയ വാർത്ത വന്നതിന് പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കടക്കം തന്നെ സംസ്ഥാന സർക്കാർ സാക്ഷ്യം വഹിച്ചിരുന്നു. ഈ പ്രതിപക്ഷം അടക്കം തന്നെ വലിയ രീതിയിലുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ അടക്കം തന്നെ ഉന്നയിച്ചിരുന്നു. പ്രധാനമായും ഈ പ്രതിപക്ഷം അടക്കം തന്നെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നതും ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തി അല്ലെങ്കിൽ മുഴുവൻ പേരുടെയും പട്ടിക എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ പുറത്തുവിടാത്തത്, ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് ഈ പട്ടിക പുറത്തുവിടാത്തത്, ഈ കുടുംബക്കാരെ സംരക്ഷിക്കാനുള്ള ഒരു നടപടിയാണ് സംസ്ഥാന സർക്കാർ കാട്ടുന്നത് എന്നടക്കം തന്നെ പ്രതിപക്ഷം വളരെ രൂക്ഷമായ ഭാഷയിൽ അടക്കം തന്നെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ വലിയ വിമർശനങ്ങൾക്ക് അല്ലെങ്കിൽ വലിയ വിമർശനങ്ങൾ നേരിടുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ആരോഗ്യ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിയാണ് ഇത്തരത്തിൽ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. പ്രധാനമായും ഇവർക്കെതിരെ ഇനി വകുപ്പ് തല നടപടികളിലേക്കായിരിക്കും സാധ്യത. ഈ വകുപ്പ് തല നടപടികൾ സ്വീകരിക്കും. അതിന് മുന്നോടിയായി തന്നെ ആദ്യം ഇവരിൽ നിന്നും അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയ തുക ഏകദേശം 18% വരുന്ന പലിശ തുക തിരിച്ചടയ്ക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇവർക്കെതിരെ അല്ലെങ്കിൽ മറ്റു നടപടികൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇവരെ പിരിച്ചുവിടേണ്ട സാഹചര്യമുണ്ടോ എന്നതടക്കം തന്നെ ഈ ക്ഷേമ പെൻഷൻ അല്ലെങ്കിൽ തട്ടിപ്പ് നടത്തിയ തുക തിരിച്ചു കിട്ടിയതിനു ശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് കടക്കുക. വൃന്ദ. വിനയ, സംസ്ഥാന സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ വിവരങ്ങളെല്ലാം പുറത്തുവിടുന്നത്. അതോടൊപ്പം തന്നെ ആദ്യഘട്ടത്തിൽ ആറ് ജീവനക്കാർക്കെതിരെ നടപടിയെടുത്തു. ഇപ്പോൾ 373 ജീവനക്കാർക്കെതിരെയുള്ള പട്ടികയാണ് പുറത്തു വന്നത്. 1000-ലധികം ജീവനക്കാർ ഉണ്ട് എന്നുള്ള വിവരങ്ങളാണ് നേരത്തെയും വന്നിരിക്കുന്നത്. ഇവരുടെ എല്ലാം പട്ടിക, ഇവർ ഏത് വിഭാഗത്തിൽപ്പെടുന്ന ജീവനക്കാരാണ് എന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ എപ്പോഴാണ് പുറത്തു വരിക? ഇവർക്കുള്ള നടപടി എപ്പോഴായിരിക്കും? പ്രധാനമായും സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂപ്പുകുത്തുന്ന ഒരു കാലത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 1458 പേരാണ് ഈ ക്ഷേമ പെൻഷൻ തട്ടിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടത്തിയത് വിദ്യാഭ്യാസ വകുപ്പിലും ആരോഗ്യ വകുപ്പിലുമാണ്. നേരത്തെ തന്നെ ഇത്തരത്തിൽ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ പൊതുഭരണ വകുപ്പ് നടപടി സ്വീകരിച്ചിരുന്നു. കൃഷി വകുപ്പ് നടപടി സ്വീകരിച്ചു, പൊതുഭരണ വകുപ്പ് നടപടി സ്വീകരിച്ചു, ഇപ്പോൾ ആരോഗ്യ വകുപ്പ് നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. ഇനി വിദ്യാഭ്യാസ വകുപ്പ്, മറ്റു വകുപ്പുകളിലുള്ള ഏതെല്ലാം വകുപ്പുകളിലാണോ തട്ടിപ്പ് നടത്തിയത് അവരെല്ലാം തന്നെ സ്വയം നടപടികൾ അല്ലെങ്കിൽ അവരുടെ വകുപ്പിനെതിരെ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നൊരു നിലപാടാണ് KN ബാലഗോപാൽ അടക്കം തന്നെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ KN ബാലഗോപാൽ അടക്കം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നതും ഈ ഒരു കാര്യം തന്നെയായിരുന്നു. ഇവർക്കെതിരെ നടപടി സ്വീകരിക്കും, ഇവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടത് അതാത് വകുപ്പുകളിലെ ആളുകളാണ് എന്നതടക്കം തന്നെ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 1458 ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ അനധികൃതമായി ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ ആരോഗ്യ വിഭാഗത്തിന്റെയുള്ള പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ സംസ്ഥാനം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു കടക്കെണിയിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ ഒരു തട്ടിപ്പ്, ക്ഷേമ പെൻഷൻ തട്ടിപ്പ് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് പ്രതിപക്ഷം പ്രധാനമായും ആയുധമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ 1 ലക്ഷത്തിലധികം ശമ്പളം വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ പാവപ്പെട്ടവരുടെ പിച്ചച്ചട്ടയിൽ കൈയിട്ട് വാരുന്ന ഒരു സമീപനമാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ പൈസ ലഭിച്ചിട്ടും അല്ലെങ്കിൽ ഏകദേശം 1 ലക്ഷത്തിലധികം സാലറി വരെ കിട്ടുന്ന ആളുകളാണ് ഈ പാവപ്പെട്ടവരുടെ ക്ഷേമ പെൻഷനിൽ നിന്നും കൈയിട്ട് വാരുന്ന ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇവർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാത്തത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവരെ കണ്ടില്ലെന്ന് നടിക്കുന്നത്? ഇവരുടെ പട്ടിക ഉടൻ തന്നെ പുറത്തുവിടണം എന്നതടക്കം തന്നെ സംസ്ഥാന സർക്കാർ അടക്കം തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമായി ഈ പ്രതിപക്ഷം അടക്കം തന്നെ പ്രതിപക്ഷ നേതാക്കൾ അടക്കം തന്നെ ഇപ്പോൾ രംഗത്തെത്തുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഈ സംസ്ഥാന സർക്കാരിനെതിരെ തന്നെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള ഈ ഒരു നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതും നിലവിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളുകൾ തന്നെയാണ് അനധികൃതമായ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. പാവപ്പെട്ടവരിൽ നിന്നും അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് ലഭിക്കേണ്ട തുകയാണ് അനധികൃതമായി ഇത്തരത്തിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥരെ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് സർക്കാർ ഇതിനെതിരെ ഒരു നടപടി സ്വീകരിക്കാത്തത്? അല്ലെങ്കിൽ ഈ ആളുകളുടെ മുഴുവൻ ആളുകളുടെയും ക്ഷേമ പെൻഷൻ ഏകദേശം 1458 ആളുകൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഇവരുടെ എല്ലാം തന്നെ പട്ടിക എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ പുറത്തുവിടാത്തത് എന്നതടക്കം
നിന്നുള്ള രൂക്ഷമായിട്ടുള്ള അല്ലെങ്കിൽ ചോദ്യങ്ങളടക്കം തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും നിരന്തരം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ പൊതുഭരണ വകുപ്പിന്റെയും കൃഷി വകുപ്പിന്റെയും ഇപ്പോൾ നിലവിൽ ആരോഗ്യ വകുപ്പിന്റെയും പട്ടിക പുറത്തു വന്നിരിക്കുന്നത്. ആരോഗ്യ വിഭാഗത്തിൽ മാത്രം 373 ആളുകളാണ് അനധികൃതമായി ഇത്തരത്തിൽ പണം തട്ടിയിരിക്കുന്നത്. ഇനി വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിലാണ് മറ്റ് ആരോഗ്യ വകുപ്പ് കൂടാതെ വിദ്യാഭ്യാസ വകുപ്പിൽ കൂടിയാണ് ഏറ്റവും കൂടുതൽ അനധികൃതമായി തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഇനി വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ആരെല്ലാം തട്ടിപ്പ് നടത്തി എന്നതടക്കം തന്നെ വ്യക്തമാകേണ്ടതുണ്ട്. ഇനി ആ വിദ്യാഭ്യാസ വകുപ്പിന്റെ പട്ടിക കൂടി പുറത്തു വരേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഇനി എത്ര പേരുടെ പട്ടിക അല്ലെങ്കിൽ ആരെല്ലാമാണ് പ്രധാനമായും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നതടക്കം തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വരുന്ന ഒരു വിശദീകരണം അനുസരിച്ച് ഈ തട്ടിപ്പ് നടത്തിയ ആളുകളുടെ പേര് വിവരങ്ങളെല്ലാം തന്നെ ഉടൻ തന്നെ പുറത്തു കൊണ്ടുവരും. ഈ പുറത്തു കൊണ്ടുവരിക മാത്രമല്ല, ഇവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കും. അല്ലെങ്കിൽ ഇവർക്കെതിരെ മറ്റു നടപടികൾ എന്തെല്ലാം സ്വീകരിക്കണം, ഇവരെ പിരിച്ചുവിടണോ എന്നതടക്കം തന്നെ തീരുമാനിക്കേണ്ടതുണ്ട്. അതിന് മുന്നോടിയായി ഇവർ തട്ടിപ്പ് നടത്തിയ തുക പിരിച്ചെടുക്കും. ഇവർ തിരിച്ചടയ്ക്കേണ്ടതുണ്ട്. അത് ഏകദേശം 18% തന്നെ 18% പലിശ അടക്കമുള്ള തുക തിരിച്ചടയ്ക്കണം. അതിനുശേഷം മാത്രമായിരിക്കും ഇവർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കുക അല്ലെങ്കിൽ പിരിച്ചുവിടലിലേക്ക് കടക്കുക എന്നടക്കം തന്നെയാണ് ഇപ്പോൾ ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വരുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പ് തന്നെയാണ് ഈ സംസ്ഥാനത്ത് നടന്നിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനടക്കം തന്നെ തലതാഴ്ത്തേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്നത്. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. സംസ്ഥാന സർക്കാരിനടക്കം തന്നെ നാണക്കേട് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ആരോഗ്യ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. വൃന്ദ. ശരി, വിനയ രാജാണ് സമഗ്രമായ വിശദാംശങ്ങൾ നൽകിയത്.